ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന് ദൈവം പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നമ്മൾ മുമ്പിൽ വെച്ച് നീട്ടുന്നുണ്ട്. നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയുവാൻ, യഥാർത്ഥമായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുക. ദൈവം സാമുവേൽ പ്രവാചകനിലൂടെ സാവൂളിനെ രാജാവാക്കി മാറ്റി. അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നതും നമ്മൾ കണ്ടതാണ്. ദൈവത്തിൻ്റെ വാക്ക് അവൻ തിരസ്കരിച്ചപ്പോൾ ദൈവം വളരെയേറെ ദുഃഖിച്ചു. സാമുവേൽ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്, രാജാവാക്കിയതിൽ ഞാൻ വളരെയേറെ ദുഃഖിച്ചുവെന്ന്. അത് കേട്ട് സാമുവേൽ പ്രവാചകൻ ഒരു ദിവസം മുഴുവൻ കരഞ്ഞു. അവൻ സാവൂളിനെ അന്വേഷിച്ചെത്തി. അവനോട് ചോദിച്ചു, ആടുകളുടെ കരച്ചിലുകളും കാളുകളുടെ മുക്രയിടലും കേൾക്കുന്നതിൻ്റെ അർത്ഥമെന്ത്? അവനതിന് ശരിയായ ഉത്തരം പറഞ്ഞില്ല. എന്നാൽ സാമുവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, നീ കൊണ്ടുവന്ന ബലിമൃഗം അല്ലെങ്കിൽ മുട്ടനാടുകളെ നീ ദൈവത്തിനായി കാഴ്ചയായി കൊണ്ടുവന്നു, ബലിയർപ്പിക്കാൻ കൊണ്ടുവന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ബലിയല്ല, കരുണയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നത് ബലിയിലല്ല, പിന്നെയോ അനുസരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. തുടർന്ന് പറയുന്നുണ്ട്, മാത്സര്യം മന്ത്രവാദം പോലെയും മാർക്കടമുഷ്ടി വിഗ്രഹാരാധനയും പോലെയാണ്. നീ കർത്താവിൻ്റെ വാക്ക് തിരസ്കരിച്ചതുകൊണ്ട് നിന്റെ രാജ്യത്വം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. സാവൂൾ അനുദപിച്ചു, അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ കൽപ്പനകൾ ഞാൻ ലംഘിച്ചു, ഞാൻ അങ്ങ് നിന്ന് അകന്നുപോയി. പ്രിയ സഹോദരങ്ങളെ, ദൈവം എത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് വെച്ച് നീട്ടിയിട്ടുണ്ടെങ്കിലും അത് സ്വീകരിച്ച് മുന്നേറുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കണം, നിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നിന്നിൽ നിന്ന് തകർന്നു പോകുവാൻ ഒരു നിമിഷം മതി. ദൈവമാണ് അവനെ അനുഗ്രഹിച്ചത്, ദൈവമാണ് അവനെ പടുത്തു ഉയർത്തിയത്, ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തെ തിരസ്കരിച്ചപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ആരംഭിക്കുകയാണ്. അവനുണ്ടാകാമെന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മാത്സര്യം, മർക്കടമുഷ്ടി. അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. എന്നെ ശ്രമിക്കുന്നവരെ, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുക, മാതാപിതാക്കന്മാരുടെ വാക്കുകൾ കേൾക്കുക, സുബോധത്തോടെ നിങ്ങൾ നയിക്കുന്ന അധികാരികളുടെ വാക്കുകൾ കേൾക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. നമ്മുടെ കണ്ണുകളും ഹൃദയവും കരവും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്താം. ദൈവമേ, നിന്റെ ആത്മാവിനായി ഞങ്ങൾ നയിക്കണമേ. പ്രവാചകന്മാരിലൂടെ നിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് അവർ നീ മുന്നോട്ട് നയിച്ചു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവരാണവർ. ദൈവമേ, പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടി, പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി നീ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് മാറ്റിവയ്ക്കപ്പെട്ടവരാണല്ലോ പ്രവാചകന്മാർ. ഇവിടെ സാവൂളിൻ്റെ ജീവിതത്തിലേക്ക് സാമുവേൽ പ്രവാചകൻ കടന്നു വന്ന് പ്രവചിക്കുമ്പോൾ അതനുസരിക്കാൻ അവൻ തയ്യാറായില്ല. അവസാനം അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പനകളും നിന്റെ വാക്കുകളും ഞാൻ തിരസ്കരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പന ലംഘിക്കാതിരിക്കുവാൻ, പ്രവചനങ്ങൾ നിഷേധിക്കാതിരിക്കുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളിലേക്കും നിന്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകട്ടെ. ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സകലരെയും നീ അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലേക്കും നിന്റെ ആത്മാവിൻ്റെ പ്രവാഹം ശക്തമായി ഒഴുകപ്പെടട്ടെ. കർത്താവേ, പ്രോഗ്രാം മറ്റുള്ളവരും കൂടി അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് അവർക്ക് അയച്ചു കൊടുത്തേണ്ടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും അത് കേൾക്കുന്നവരെയും നിന്റെ ആത്മാശക്തിയാൽ ഉണർത്തണമേ, അവരെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.